വെറും 604 രൂപയ്ക്ക് വേണ്ടി കേരള വാട്ടർ അതോറിറ്റിയിലെ പേ പിടിച്ച ചെന്നായ്ക്കളെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ യാവനെന്നുള്ളതല്ല, ഇത് വട്ടിയൂർക്കാവാണ്. ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതല്ല. ഞാൻ ഇപ്പൊ തൊട്ടപ്പുറത്ത് പേരുണ്ട്, പേ പിടിച്ച പന്നീരമോൻ. യാവനായാലും എനിക്കൊരു വിഷയമല്ല. പക്ഷെ ഈ പാവത്തിന്റെ വീട്ടിൽ നിന്ന് കോൺക്രീറ്റ് ആയിരുന്നു. ഞാൻ വെച്ചുകൊടുക്കുന്ന വീടാണ് ഞാൻ ഓരോരുത്തരുടെ തെണ്ടിപ്പറക്കി മുട്ടാത്ത വാതിലില്ല. അങ്ങനെ തെണ്ടിപ്പറക്കി ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഈ വീടാണ്. ഈ വീട്ടിൽ ഇന്ന് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിന് 2 ദിവസം മുമ്പ് യുവമാർ ഒന്ന് ചെയ്ത പണിയെന്ന് വെച്ചാൽ 604 രൂപ ബില്ല് ഇവിടെ ചുരി വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് പോയിരിക്കുന്നത്. അവന്റെ അമ്മയുടെ വീട്ടിലാണ് അവൻ കട്ട് ചെയ്തിട്ട് വന്നത്. എന്ത് ഉദ്യോഗസ്ഥനാണ് ഇവിടെ? മന്ത്രിയില്ലേ? ഏത് മന്ത്രിയാണ്? കേരള വാട്ടർ അതോറിറ്റി മന്ത്രി. നിങ്ങൾ ഏത് വലിയ മന്ത്രി ആയാലും ശരിയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇമാതിരി പാവപ്പെട്ടവർ നിങ്ങൾ തെണ്ടിത്തനം കാണിക്കുന്നത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ട് പറയാണ്. പാർട്ടി പറഞ്ഞല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇമാതിരി തെണ്ടിത്തനം കാണിച്ചാൽ മേലെ ഇതിന്റെ കമന്റുകൾ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലോട്ട് വരാം. വാട്ടർ അതോറിറ്റി പാവങ്ങളോട് ഇങ്ങനെയാണ് കാണിക്കുന്നത്, ശരിയാണോ? ഇതിന്റെ കമന്റുകൾ ഞാൻ വായിച്ച് തുണയ്ക്കുന്നില്ല. കാരണം ഇതിലെ കൂടുതൽ കമന്റുകളും വാട്ടർ അതോറിറ്റിയും ഗവൺമെന്റിനെയും കുറ്റം പറയുന്നതായിരിക്കും. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഇയാളെ പൈസ അടച്ചോ? ഈ പ്രസംഗിക്കുമ്പോൾ ആ പൈസ അടച്ചിട്ടാണോ അവരെ വന്ന് കട്ട് ചെയ്ത് പോയത് അല്ലയോ എന്ന് പറയണ്ടേ? പിന്നെ ഇങ്ങനെ വെക്കുന്ന വീടാണോ അല്ലയോ എന്നല്ല. ഒരാൾ ബില്ലിട്ടുള്ള അടയ്ക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമല്ലേ? അത് കറക്റ്റ് സമയത്ത് അടച്ചില്ലെങ്കിൽ വന്ന് കട്ട് ചെയ്തിട്ട് പോകുക എന്നത് പ്രോപ്പറായിട്ട് ബിസിനസ് നടത്തുന്ന രീതിയല്ലേ? ഇതാണ് എനിക്ക് മനസ്സിലാവും. നമ്മൾ ഗവൺമെന്റ് ഫൈൻ അടയ്ക്കുന്നു, അതിനെതിരെ നമ്മൾ പ്രക്ഷോഭം നടത്തും. ഫൈൻ എന്തിനാണ്? അതെ, ഹെൽമെറ്റ് വെക്കാത്തതിന് ഫൈൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള ട്രാഫിക് നിയമങ്ങളും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഫൈൻ ചോദിക്കുന്നതേ അവർ നിയമം ലംഘിക്കുന്നതുകൊണ്ടാണ്. ആ നിയമം പാലിച്ചാലെന്താ ഈ ഫൈൻ ഒന്നും കിട്ടൂലല്ലോ. എന്നിട്ട് ആ ഫൈൻ ഇടുന്നതിന് ഇതുപോലുള്ള പ്രക്ഷോഭം. അതുപോലെയാണ് ഈ സംഭവം. അതായത് ബില്ല് വന്നു, ബില്ല് അടച്ചില്ല, അതിന് പൈപ്പ് മുറിച്ചിട്ട് പോയി. അത് പ്രൈവറ്റ് സ്ഥാപനമാണെന്ന് വെക്കുക. അവര് കറക്റ്റ് സമയത്ത് പൈസ അടച്ചില്ലെങ്കിൽ വന്ന് കട്ട് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാൻ പറ്റുമോ? കുരയ്ക്കാൻ ഒരു ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് കുരയ്ക്കാൻ പറ്റുന്നത്. ഇവിടെ ആരുടെ സൈഡിലാണ് ന്യായം നോക്കണ്ടേ?